ഹലോ, ഇന്നിപ്പോൾ മെയ് 22 രാത്രി 12:30 ആയിട്ടുണ്ട്. എനിക്കിതുവരെ ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയായി നടക്കുന്നത്. ഞാനിങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ അല്ലാതെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് ചിലപ്പോൾ ഇട്ടാലായി ഇട്ടില്ലെങ്കിലായി. പക്ഷേങ്കിൽ ഇന്ന് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഇപ്പം രാത്രി 12:30 ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കിടന്നു കഴിയുമ്പോൾ മനസ്സിനതിൽ എനിക്കാണെങ്കിൽ പൊതുവേ എന്തെങ്കിലും ചെറിയ കാര്യമാണ് നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ തോന്നും? അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു 3.5-4 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് അതിൻ്റെ അമ്മ തന്നെ പാലത്തിൽ കൂടെ എടുത്തെറിഞ്ഞു കൊന്നത്. നമ്മൾ കണ്ടതാണ്. ഞാൻ ഇമോഷണൽ ആകുന്നുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. എനിക്കെന്തോ റിലീഫ് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോലും. ഇത് ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. 10 പേര് കണ്ടാലും അവർക്കെങ്കിലും അവരുടെ മനസ്സിൽ ഇങ്ങനെയാണോ തോന്നുന്നതെന്നെങ്കിലും ഒരു തോന്നില്ല. എനിക്ക് അത്രയ്ക്ക് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. 2 ദിവസത്തേക്ക് മുന്നേ ഞാൻ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇൻസ്റ്റയിലോ എന്തോ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞ് ചിലരൊക്കെ സ്റ്റോറി ഇട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, 3-3.5 വയസ്സുള്ള കുഞ്ഞിനെ കാണാതെ പോയി, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാണ്. കാരണം ഇതിൻ്റെ വാർത്ത ക്ലിയർ ആയിട്ട് എന്തുവാണെന്ന് ഞാൻ അറിയുന്നില്ല. അതിനെ തട്ടിക്കൊണ്ട് പോയാണോ? ആരായിരിക്കും തട്ടിക്കൊണ്ട്? അന്നേരം തന്നെ നമ്മുടെ മനസ്സിലൊരു ആദ്യമാണ്. അപ്പം ഞാൻ ദൈവമേ അതിനെ തിരിച്ച് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. നമ്മൾ എന്ത് വാർത്ത കേട്ടാലും നമ്മളിപ്പോൾ അമ്മയാവണമെന്നൊന്നുമില്ല, നമ്മളൊരു മനുഷ്യനായാൽ മതി. ഇപ്പം ആർക്കെന്ത് ആപത്ത് വന്നാലും നമ്മുടെ മനസ്സിലൊന്ന് പ്രാർത്ഥിക്കും, ദൈവമേ അവർക്കൊന്നും വരുത്തരുതേ എന്ന്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ടാണ് അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെയാണ് അറിയുന്നത്. പിറ്റേന്ന് രാവിലെ വാർത്തയിലോ പിറ്റേന്ന് എന്തോ രാവിലെ ആണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിറ്റേന്ന് ഞാൻ അറിയുന്നു ഈ കുഞ്ഞിനെ അമ്മയാണ് എടുത്തെറിഞ്ഞതെന്ന്. അപ്പം ഞാൻ വരിക്കേ, അമ്മ എറിഞ്ഞോ? സ്വന്തം അമ്മ എറിഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിലല്ല, ഇപ്പം മിക്കയിടത്തും പലരും സ്വന്തം കുഞ്ഞുങ്ങളെ പ്രസവിച്ച പടുതി അല്ലാതെ വളർത്തിക്കൊണ്ട് വരുമ്പം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നവരുണ്ട്, കൊല്ലുന്നവരുണ്ട്. നമുക്ക് ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ശരിക്കും ഹേർട്ട് ചെയ്യും. പക്ഷെ ഞാൻ ഇത്ര ഇമോഷണലി നമുക്കിത്ര ഇത് കൊള്ളുന്ന എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നമ്മളെപ്പോലെ എത്രയോ അമ്മമാർ കാണും ഇങ്ങനെ. എന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റും. എനിക്കങ്ങ് ദേഷ്യം വരുവാണ്. ഞാനിപ്പോൾ രാത്രി കിടന്നിട്ട് ഞാൻ ഓൾറെഡി എനിക്ക് ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. അപ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങളൊന്നും എനിക്ക് ടെൻഷനാവും. ഇൻഹേലർ അടിച്ചാലായിരിക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് കയറിയത്. ഇപ്പം ഞാൻ കിടന്നിട്ടിരിക്കണം. അപ്പം ഞാൻ ഒരിക്കലും എന്തോർത്താ ഞാൻ എന്തിനാ ഇങ്ങനെ വറിയാവുന്നത്? എനിക്കെന്തിനാ ഇങ്ങനെ ടെൻഷൻ വരുന്നത്? ഞാൻ ഇൻഹേലർ അടിച്ച് എന്നിട്ട് എനിക്ക് ഓക്കെ ആവുന്നില്ല. ഞാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നിട്ട് എനിക്ക് ഓക്കെ ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച വീഡിയോയിൽ എന്തെങ്കിലും 10 പറഞ്ഞിട്ടെങ്കിലും ഒരു സ്വസ്ഥത കിട്ടുന്നത്. ഇപ്പം എന്നെപ്പോലെ ഒരു വ്യക്തിയോ 10 വ്യക്തിയോ 100 വ്യക്തിയോ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് അനുഭവിച്ചതില്ലാതാവുന്നില്ല. അപ്പം ഇന്നാണ് ന്യൂസിൽ കാണുന്നത് ആ കുഞ്ഞിനെ ഇത്രയും നാൾ കൊണ്ട് അതിനെ ഇങ്ങനെ ഫിസിക്കലി ഒരാൾ ഉപയോഗിക്കുമായിരുന്നെന്ന്. അതിന് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സോ ആയിക്കോട്ടെ, ആ കുഞ്ഞിന്. അപ്പം എന്നിട്ട് ആ തള്ളയെന്ന് പറഞ്ഞവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ? എൻ്റെ സിസ്റ്റർ പറഞ്ഞു ഞാൻ ഈ ന്യൂസ് അറിയുന്നത്. ഇയാൾ അറിഞ്ഞോടാ ആ കുഞ്ഞിനെ എന്തുവാ ഇതേപോലെ വീട്ടിൽ തന്നെ ഉള്ള ഒരാൾ ഇങ്ങനെ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് കേട്ട പാടെ ഞാൻ ഞെട്ടി. എനിക്കെന്നിട്ട് അന്നേരം ബാക്കി കാര്യങ്ങളിൽ പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കണ്ട, ആദ്യം എനിക്ക് ന്യൂസ് കേൾക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്കത് ഒന്നാമത് ഇതിനെ കാണാൻ ഇതിനെ തള്ള തന്നെ ഈ കുഞ്ഞിനെ എറിഞ്ഞ് കൊന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര. അന്നേരം എല്ലാവരും വാർത്തയിൽ പറയുന്നത് ആ തള്ളയ്ക്ക് എന്തോ മാനസികരമോ എന്തോ. എന്ത് മാനസികരോ എനിക്കതൊന്നും ന്യായീകരിക്കാൻ എനിക്ക് തോന്നിയില്ല. അന്നേരം തന്നെ എനിക്ക് നമുക്ക് ദേഷ്യം വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലോട്ട് എടുത്താൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വായി വരുന്നതൊക്കെ നമുക്ക് വിളിച്ച് പറയാൻ തോന്നും. അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കേട്ട് പോരാത്തതിനാണ് ഈ ന്യൂസ് ഞാൻ കണ്ടതാണ്. ആ കുട്ടി മിസ്സായെന്ന് പറഞ്ഞപ്പം അവരുടെ വീട്ടിൽ നടത്തിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ട് മീഡിയക്കാരെല്ലാം ചെന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ അച്ഛനെന്ന് പറയുന്നവന് എനിക്ക് തോന്നുന്നില്ല അയാളുടെ വാക്കിൽ ആ കുഞ്ഞിനെ പറ്റി പറയുമ്പം സ്വന്തം കുഞ്ഞിനെയാണ് കാണാതായത്, അല്ലെ സ്വന്തം കുഞ്ഞിനെ. അപ്പോൾ അത്ര ഒരു ഫീല് നമുക്ക് തോന്നുന്നില്ല. ഇനി എന്നെപ്പോലാണോ, ഇനി എൻ്റെ മനസ്സിലുള്ള ദേഷ്യം കൊണ്ടാണോ എന്നറിയത്തില്ല.
നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ? എനിക്കങ്ങനെ തോന്നി. സ്വന്തം കുഞ്ഞിനെ കാണാതായിരിക്കുമ്പോൾ ഒരച്ഛൻ ഒരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല. ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് ഭാര്യ വീട്ടുകാരെയും കുറ്റം പറഞ്ഞ് അങ്ങനെ പറയുന്നിട്ട് മൂത്ത മോനോട് ചോദിക്കും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നു. അത് കേട്ടപ്പം തന്നെ ശരിക്കും ദേഷ്യം വന്നു. ഞാൻ ഇവനൊക്കെ ഒരു തന്തയാണോ എന്ന് നമുക്ക് തോന്നിപ്പോ. പോരാത്തതിന് മീഡിയക്കാർ പറയുന്നതായിട്ട് എന്തോ കള്ളുകൂടിയാണോ മദ്യപാനിയാണെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കൊണ്ടായിരിക്കും അയാളുടെ കുടുംബത്ത് നടക്കുന്ന കാര്യം പോലും അങ്ങേർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. സ്വന്തം കുഞ്ഞല്ലേ, വേറെ ആരുടെയും കുഞ്ഞല്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ നോക്കാൻ കെൽപ്പില്ലാത്ത അച്ഛനും അമ്മയാണ്. ആ കുഞ്ഞിന് സ്വന്തം വീട്ടിൽ പ്രൊട്ടക്ഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എവിടെ പ്രൊട്ടക്ഷൻ കിട്ടാനാ? ഇന്നത്തെ കാലത്ത് നമ്മളൊരു കുഞ്ഞിനെ ഇപ്പം പ്രസവിച്ച് ആൺകുഞ്ഞായിരിക്കട്ടെ പെൺകുഞ്ഞായിരിക്കട്ടെ നമ്മളതിനെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമുക്ക് പേടിയാ. ഒരു 2-3 വയസ്സ് വരെ നമ്മുടെ കൂടെ നമ്മൾ വളർത്തിയെടുക്കും അതിനെ. എന്നിട്ട് ഒരു അംഗനവാടിയിലാട്ടെ ഒരു പ്ലേ സ്കൂളിലാട്ടെ അല്ലെ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിൽ തീയല്ലേ. അത്രയും നാൾ നമ്മുടെ കൂടെ നിന്നിട്ട് കുഞ്ഞിനെ എടുത്തുനിന്ന് മാറ്റി നമുക്ക് ടെൻഷനാ. അയ്യോ കുഞ്ഞ് വരുന്നത് വരെ എന്തായിരിക്കും ഏതായിരിക്കും. ശരിയാണ്, നമ്മുടെ കുട്ടികൾ കുസൃതി കാണിക്കും, വഴക്കിടും, നമ്മളതിന് വഴക്ക് പറയും, ചിലപ്പോൾ ഒരേ കൊട്ട് കൊടുക്കും. പക്ഷേ അതുങ്ങളുടെ ദേഹത്തൊരു പോറൽ പറ്റി നമ്മുടെ നെഞ്ചിരുന്ന് വിങ്ങത്തില്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോക്ക് ഇപ്പം എൻ്റെ മോളോടെ കിടന്ന് ഉറങ്ങുക. അപ്പം ആ കുഞ്ഞിനങ്ങനെ സംഭവിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ മോളെ അതിനകത്ത് കാണുന്നത് നമുക്കന്നേരം അത്രയും നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത്. ഞാനിങ്ങനെ ഞാൻ അല്ലാതൊക്കെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വീഡിയോസൊക്കെ ഞാനിങ്ങനെ വന്നൊരു വീഡിയോസ് ഒന്നും ഇടുന്നതല്ല. പക്ഷേ എങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇതേപോലെ എത്രയോ അമ്മമാരിന്ന് ഇന്നലെ ഈ 2 ദിവസമായിട്ട് ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ആ കുഞ്ഞിനെ ചിന്തിക്കാതെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു അത്ര നല്ല മനസ്സുള്ള ഒരു വ്യക്തി ഇന്ന് കിടന്നുറങ്ങുമ്പോൾ ആ കുഞ്ഞിനെ പറ്റി ചിന്തിക്കാതെ ആരും കിടന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെല്ലാം സംഭവിച്ചിട്ടും ഈ തള്ളയെന്ന് പറയുന്നവളും തന്തയെന്ന് പറയുന്നവനും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് കേൾക്കും. എന്ന് വെച്ചാൽ തന്തയെന്ന് പറയുന്നവനൊന്നും അറിയത്തില്ല. വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം അറിയത്തില്ലെന്ന് അവൻ പറയുന്നത്. ഒരു ഉത്തരവാദിത്വം ഇല്ല അവന്. ഒരു കാര്യങ്ങളും അവൻ അറിയത്തില്ല. തള്ളച്ചിക്ക് പിന്നെ എന്തോ മാനസികമാണെന്ന് എന്തൊക്കെയോ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട്. അതൊന്നുമല്ല. ഇതിൻ്റെ മുന്നിൽ വേറുള്ളവരുടെ ആ പ്രതി എന്ന് പറഞ്ഞ ഒരുത്തനെ പൊക്കിയിട്ടുണ്ടല്ലോ, അവൻ ആ വീട്ടിൽ നിൽപ്പുണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ ദേഹത്ത് എന്തെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ അവളുടെ ശരീരത്ത് അവൻ്റെ ശരീരത്ത് എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ അമ്മമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എന്നാ പിന്നെ എന്തിനാ അമ്മയാന്നും പറഞ്ഞിരിക്കുന്നേ? ഇനി ഇത് കണ്ടിട്ടാണ്, ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീ ഇത് ചെയ്തത്. അവളിതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ട് നിന്നേയായിരിക്കും. അങ്ങനെ അവക്കും കൂടെ അതിനൊന്ന് പാലത്തിൽ നിന്നെടുത്തങ്ങ് ചത്താ പോരായിരുന്നു. ആ കുഞ്ഞിനെ മാത്രം എന്തിനാ അങ്ങനെ കൊന്നേ? ആ കുഞ്ഞ് വിചാരിച്ച് കാണുമോ അതിനെ എടുത്തെറിയാനാ പോയെന്ന്? ആ കുഞ്ഞ് ചിന്തിച്ചാണോ? അതിലെന്തെങ്കിലും എട്ടും പൊട്ടും തിരിയാത്തൊരു കുഞ്ഞിനെ സ്വന്തം വീട്ടിൽ അതിന് കൂട്ട് നിന്നേതോ ഈ സ്ത്രീ? അവരെ തള്ളേന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ വേറൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇതിനൊക്കെ നമ്മുടെ നാട്ടിലെ ശിക്ഷ വെറും മോശമാണ്. ഇപ്പം ഞാൻ ഉറങ്ങാൻ കിടന്നെയാണ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ മനസ്സിനൊരു റിലീഫ് കിട്ടട്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അല്ലാതെ എങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ നിയമം ഇതൊക്കെ വെച്ചിട്ട് അന്ന് ആൾക്കൊരു പേടിയില്ല. ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ എങ്ങനത്തെ ശിക്ഷയായിരിക്കും കൊടുക്കേണ്ടത്? ഇതിനകത്തിൽ എല്ലാവരും പ്രതികളാണ്. ഈ തന്തയെന്ന് പറയുന്നവനും പ്രതിയാണ്, ഈ തള്ളയും പ്രതിയാണ്. ആ വീട്ടുകാർ മൊത്തം പ്രതികളാവും. ഒരാളുടെ തെറ്റുകൊണ്ടല്ല, ഇവരുടെ ഓരോരുത്തരുടെയും കൈയുടെ തെറ്റുകൊണ്ടാണ് ആ പാവം കുഞ്ഞിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിപ്പോൾ അംഗനവാടിയിൽ ചിരിച്ച് കളിച്ച് അധ്യാപികമാരൊക്കെ അവിടെ അംഗനവാടിയിലെ ടീച്ചറൊക്കെ പറയുന്നത് കേൾക്കുന്നത് അതെപ്പോഴും അത് ചിരിച്ച് കളിച്ച് നടക്കുന്ന കുഞ്ഞല്ലേ അത്? നമുക്കറിയാലോ, ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അവർ ചിരിച്ച് കളിച്ച് ഓടിക്കളിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങളല്ലേ. അപ്പം ആ കുഞ്ഞിനെയാണ് ഒരുത്തൻ പിച്ച് ചീത്തിയത്. അതിനാണ് സ്വന്തം അച്ഛനോ അമ്മയോ ഇങ്ങനെ ചെയ്യുമെന്നോ എന്തെങ്കിലും അതിനൊരു ബോധ്യം ഉണ്ടാവും. അതിൻ്റെ അംഗനവാടി ചെന്ന് അതിൻ്റെ സ്വന്തം തള്ള വിളിച്ചുകൊണ്ട് പോയി ആ പാലത്തിൻ്റെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനകത്തോട്ട് എടുത്തിടാൻ പോയപ്പം പോലും അതിന് മനസ്സിലായി കാണത്തില്ലായിരിക്കും.
അതിനെ എറിഞ്ഞ് കൊല്ലാൻ പോവാന്ന്. നമുക്ക് ഇത്ര ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇവിടെ വന്നിരുന്ന് വീഡിയോ എടുത്തുവല്ലോ, എന്തിനായിരിക്കും ഇങ്ങനെ പറയാം. പക്ഷേങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ ഇതുപോലെ എത്ര വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. മനസമാധാനം കെടുത്തുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഞാൻ ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുകയാണ്. എനിക്ക് വേറൊന്നും കൊണ്ടല്ല, കേട്ട് കഴിഞ്ഞത് മനസ്സിലെടുത്താൽ നമുക്കത് ഭയങ്കരമായിട്ട് നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിനകത്ത് അത് ഭയങ്കരമായിട്ട് എന്നെ ഇമോഷണലി അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഇതിന് മുന്നേ ഒത്തിരി വർഷമായി ഒരു സ്ത്രീ, ഞാൻ പറയാം, അവരുടെ ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഒരു കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. കാമുകൻ്റെ കൂടെ ജീവിക്കാനായിട്ട് സ്വന്തം കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊന്ന് ഒരുത്തി. അന്ന് ആ വാർത്ത കേട്ടിട്ട് ഞാൻ എത്ര ദിവസം കിടക്കാൻ നേരം കരഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ അന്നൊരു മനസ്സിലായോ, ദൈവമേ എങ്ങനെ തോന്നി, എങ്ങനെ അതുപോലെ എത്ര കാര്യങ്ങൾ, എത്ര വാർത്തകളാണ് നമ്മൾ ദിവസം ഇങ്ങനെ കേൾക്കുന്നത്. കേൾക്കാൻ വയ്യ സത്യത്തിൽ. ഇന്ന് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ അറിയോ എനിക്ക് കേൾക്കണ്ട. പിന്നെ ഫോൺ എടുക്കുമ്പോഴും വാർത്ത, വീട്ടിൽ ന്യൂസ് നോക്കുമ്പോഴും എല്ലാം ഈ വാർത്ത തന്നെ. കണ്ടു കഴിയുമ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുക. ഈ അവിടെ അതിനകത്തിൽ ആ കുഞ്ഞിനെ അടക്കാൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരുത്തൻ കരഞ്ഞ് ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ഇവനെ എന്തൊരു ഷോ ആയിരുന്നു ഇവൻ ആ കുഞ്ഞിനെ അത്ര ഉപദ്രവിച്ചിട്ട് അവൻ എങ്ങനെ ഒരു ഇച്ചിരി ഉളുപ്പ് തോന്നിയോ അവൻ അവിടെ നിന്ന് അങ്ങനെ മോങ്ങാൻ? അവന് പട്ടിയുടെ കണക്കവൻ നിന്ന് മോങ്ങുമായിരുന്നു. അവന് എന്തെങ്കിലും ഇച്ചിരി ഉളുപ്പ് തോന്നിയോ? ആ തന്തയ്ക്കും കൊടുക്കണം ശിക്ഷ, അവനും കൊടുക്കണം, തള്ളച്ചിക്കും കൊടുക്കണം. സത്യത്തിൽ ഇവർക്കൊക്കെ ഏത് തരത്തിലുള്ള ശിക്ഷയാണ് കൊടുക്കണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മനസ്സിൽ പറയും ഇവന്മാരെ ഒന്നും വെച്ചേക്കരുത്, പക്ഷെ നമ്മുടെ നിയമം അതിനെ അനുവദിക്കാത്തത് കൊണ്ട് കുറച്ച് നാൾ ഇവർ ജയിലിൽ കിടക്കും. വല്ല ജീവപര്യന്തം അല്ല, കുറച്ചാൾ ജയിലിൽ കിടക്കും. ഇവർ സുഖമായിട്ട് അവിടെ കഴിയും, കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങും. ഇതേ ഉള്ളു. ഈ കുഞ്ഞു പോയതിൽ അവരുടെ വീട്ടുകാർക്കൊന്നും ഒന്നും ഇല്ലാതായിട്ടില്ല. ആ കുഞ്ഞ് അങ്ങനെ അതിൻ്റെ ജീവൻ പോയെങ്കിൽ ആ കുഞ്ഞിന് മാത്രമേ ആ ജീവൻ നഷ്ടമായുള്ളൂ. അതിന് ഇനി അങ്ങോട്ട് അത് ഓടി ചാടി കളിച്ച് അതിൻ്റെ ആ ലോകത്തേക്ക് അത് ഇറങ്ങി വരുന്നല്ലേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്ക് അതിനെ കൊന്നുകളഞ്ഞു. അതിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല. ഞാൻ പേര് പറയുന്നില്ല കുഞ്ഞിൻ്റെ, അതിൻ്റെ പേരും അതിൻ്റെ മുഖവും മനസ്സിൽ നിന്ന് മാറുന്നേ ഇല്ല. അത്രയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ആ വാർത്ത കേട്ട് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി വൈകിട്ട് കുറച്ച് ഇപ്പം അച്ഛനും അമ്മ എല്ലാവരോടും ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. എന്തൊരു കഷ്ടം, എന്തൊരു കാലമായത്, എന്തൊരു നാടാ, എന്തൊരു കാലം, നമ്മുടെ കാലം ഇത് എങ്ങോട്ടായി പോക്ക്, ഇങ്ങനെയൊക്കെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. അന്നേരം എല്ലാം സംസാരിച്ചെങ്കിലും എനിക്കങ്ങോട്ട് അങ്ങ് വലിച്ചു കയറി കൊല്ലാനാ തോന്നുന്നത്. ആ തള്ളച്ച തന്തയൊക്കെ എനിക്ക് എന്തെങ്കിലുമോ പറയണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. എന്നിട്ട് ഞാൻ കയറി കിടന്നു, ഈ കിടക്കാൻ പറ്റുന്നില്ലെന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെങ്കിലും എൻ്റെ മനസ്സൊന്ന് ഓപ്പൺ അപ്പ് ആവട്ടെന്ന് വിചാരിച്ച്. ഇങ്ങനെയുള്ളവർക്കൊക്കെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഇവനെയൊക്കെ എന്തോ ചെയ്യണം. ഇവരെ അതേപോലെ പാലത്തിൽ തള്ളിയിട്ടാൽ കൊന്ന അവരറിയും എങ്ങനെ അതിൻ്റെ ജീവൻ പോയെന്ന് ഇവരും അറിയണം. ഇവനും തന്തയും പ്രതിയാണ്, തള്ളയും പ്രതിയാണ്. പിന്നെ ആ പിടിച്ചവനില്ലേ, അവൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിലേക്ക് ആ കുഞ്ഞിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അച്ഛനും അമ്മയ്ക്കേ ഉള്ളു പങ്ക്. അത് കഴിഞ്ഞിട്ടേ ഉള്ളു അവന് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് വീട്ടിൽ നിന്ന് കിട്ടാത്ത പ്രൊട്ടക്ഷൻ അതിന് പിന്നെ എങ്ങനെ കിട്ടും, എവിടുന്ന് കിട്ടും? അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ഇത് കാണും. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ നടക്കത്തില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിന് കൂട്ട് നിന്നായിരിക്കും. അവളെയൊക്കെ പിന്നെ അമ്മയെന്ന് വിളിക്കാം. ചില ചാനൽ വീഡിയോയിലൊക്കെ അമ്മ അങ്ങനെ ചെയ്ത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ ഒരു യോഗ്യതയില്ല. അവരെങ്ങനെ ഒരു അമ്മയാവും? പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവൂ? ഒരിക്കലും ആവത്തില്ല. ജനിപ്പിച്ചത് കൊണ്ട് തന്തയും ആവത്തില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ പേടിയാണ്. നമ്മളിപ്പോൾ വീട്ടിലെങ്ങനെയെങ്കിലും പുറത്തോട്ട് നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വിടും? ഇപ്പോൾ ഒരു സ്കൂളിൽ പോലും അയക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായി. അത്രയ്ക്ക് ഇതായിപ്പോയി. നമ്മുടെ നാട്ടിൽ എന്ത് സേഫ്റ്റിയാണ് കിട്ടുന്നത്? എനിക്ക് അതിൻ്റെ കാര്യം ഓർത്തോട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വന്ന് വീഡിയോയിൽ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്ന് വീഡിയോ എടുത്തതാണ്. എനിക്കതിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്കിങ്ങനെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഇങ്ങനെ വന്ന് പ്രതികരിക്കണമെന്നൊന്നും, പക്ഷെ ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ അതിനെപ്പറ്റി അങ്ങനെയൊന്നും വന്ന് ഇടാറില്ല. പക്ഷേ എങ്കിൽ
ഈ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ടും ഇതേപോലെ എന്നെപ്പോലെ പല അമ്മമാരും ഈ കുഞ്ഞിനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെങ്കിലും എന്തെങ്കിലും എനിക്കൊന്ന് വന്ന് പറയണമെന്ന് തോന്നി. ഇങ്ങനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി എന്തുവാ വരാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കേസ് അന്വേഷിച്ച് പോലീസ് എന്തോ കണ്ടെത്തുന്നത്, ഇനി അവർക്ക് അവിഹിതമുണ്ടോ, അവരാണ് ഇവരെല്ലാം കൂട്ടുനിന്നാണ് ഇതൊക്കെ ചെയ്ത്, എന്തുവാണെങ്കിലും ഇവരെല്ലാവരും കുറ്റക്കാരാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ.